എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു അതുപോലെ ചക്കയുടെ സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു ചക്കക്കുരു പായസം ഉണ്ടാക്കാമെന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ചക്കക്കുരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ ചക്കക്കുരു പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഇതേപോലെ നമ്മളുടെ ആ റെഡ് തൊലിയോട് കൂടിയിട്ട് എടുക്കുക. അതിൻ്റെ ഔട്ടർ കവർ മാത്രമേ കളയുന്നുള്ളൂ. നെക്സ്റ്റ് ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഉപ്പും മധുരത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനത് നമ്മൾ ഒരു 3-4 വിസിലിന് നന്നായി വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 40ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ഇപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിനിമം നമ്മൾ 3 വിസിലിന് പറഞ്ഞിട്ടോ വേവിക്കാൻ, എന്നാൽ മാത്രമേ നമ്മൾ പാകത്തിനുള്ള വേവായി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ ചക്കക്കുരു നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു വെന്തിട്ട് ഈ ഒരു പരുവായി കിട്ടണം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് അരക്കുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പായസത്തിൽ ചക്കക്കുരുവിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. അവിടെ ഞാൻ കുറച്ച് നമ്മളിങ്ങനെ പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരക്കുന്നില്ല. അപ്പോൾ ഇതേ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ പായസം കുടിക്കുമ്പോൾ ചക്കക്കുരു ഇങ്ങനെ കടിക്കുന്നതിന് പാകമായിട്ടുള്ള രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8-9 വലിയ പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതൊന്ന് നന്നായി മെൽറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ശർക്കര ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കംപ്ലീറ്റ് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നാളികേരം കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം നമ്മൾ കുറച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് 2ാം പാലും 1ാം പാലും അങ്ങനെ 2 പാലാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. 3ാം പാൽ എടുക്കണില്ല. അപ്പോൾ 1ാം പാൽ നല്ല തിക്കായിട്ടുള്ള പാൽ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യണു. പിന്നെ നെക്സ്റ്റ് 2ാം പാൽ നമ്മൾ അത് തന്നെ ഒന്നും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടാണ് 2ാം പാൽ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പാത്രത്തിലുള്ളതാണ് 1ാം പാല്, മറ്റേ വലിയ പാത്രത്തിലുള്ളതാണ് 2ാം പാല്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ അരച്ചെടുക്കുക, അതുപോലെ തന്നെ ശർക്കര ഉരുക്കുക, പിന്നെ ചക്കക്കുരു വേവിക്കുക എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് മതി കേട്ടോ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. അപ്പോൾ ആദ്യം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചക്കക്കുരു പ്രഷർ കുക്കറിൽ 3-4 വിസിൽ വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരക്കണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്, വെള്ളം ചേർക്കാതെ. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നെക്സ്റ്റ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാനിങ്ങനെ പേസ്റ്റ് പോലെ അരക്കാത്ത കാരണം ഇതിൽ ചക്കക്കുരുവിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറിയാതെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നല്ല കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഓൾറെഡി മെൽട്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമല്ല പഞ്ചസാരയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ഉരുക്കിയ ശേഷം ചേർത്ത് കൊടുക്കാവും ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആ കട്ടകൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും അതൊന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഉരുക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ശരിക്കും വന്നിട്ടുള്ളത് ആ ഒരു പായസത്തിൻ്റെ കളറ്.
ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അല്ലാതെ കുറേ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പായസം നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാലുണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലോണം തിളക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പായസം 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നെയ്യിൽ വറുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇവിടെ നെയ്യില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്. അപ്പോൾ ഒരു തേങ്ങയുടെ ഫുള്ള് ഇങ്ങനെ ചെറുതാക്കി കുത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കാഷ്യൂനട്ട് ആയാലും മുന്തിരി ആയാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, ആ തേങ്ങയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്ത് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ തേങ്ങാക്കൊത്ത് ഇപ്പോൾ നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഓഫാക്കിയിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കുക. ദെൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ, ഇത് ആ വെളിച്ചെണ്ണ കൊടുക്കാനെ തന്നെ നമ്മളുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റും അതുപോലെ തന്നെ ട്രെൻഡിങ്ങും ആയിട്ടുള്ള ചക്കക്കുരു പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ആക്ച്വലി നമ്മളുടെ ഒരു പരിപ്പ് പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുൻപ് കുറച്ച് ചക്കക്കുരുവിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.